ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തയ്യൽ എന്ന് പറയുന്ന പുസ്തകത്തിലെ 100 ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതിലേക്ക് പോവാം. 101 ഒരു വ്യക്തിയുടെ അളവെടുത്ത് പാറ്റേൺ മുറിക്കുന്നത്. ഉത്തരം വ്യക്തിഗത മാതൃക, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ പാറ്റേൺ, വ്യക്തിഗത മാതൃക. അടുത്ത ക്വസ്റ്റ്യൻ, പാറ്റേണിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നിർമ്മിക്കുന്ന പാറ്റേൺ. ഉത്തരം പരീക്ഷിത മാതൃക അല്ലെങ്കിൽ ടെസ്റ്റഡ് പാറ്റേൺ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 103 ഗ്രേഡഡ് പാറ്റേൺ. എന്താണ് ഗ്രേഡഡ് പാറ്റേൺ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 103 ഉത്തരം ഫാക്ടറികളിൽ മാത്രം ഉപയോഗിക്കുന്ന പാറ്റേൺ ആണ് ഗ്രേഡഡ് പാറ്റേൺ. അത് നിർമ്മിക്കുന്നത് എങ്ങനെയായിരിക്കും? നിയമാനുസരണമായിരിക്കും അത് നിർമ്മിക്കുന്നത്. പ്ലസ് അത് കൂടാണ്ട് തന്നെ എന്താണ് അതിൻ്റെ അളവെന്ന് പറയുന്നത് 92 സെൻറ്റിമീറ്ററോ അതിൽ 5 സെൻറ്റിമീറ്റർ. 92 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ചെസ്റ്റാണ്. 92 സെൻറ്റിമീറ്ററോ അതിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ കൂടുതലോ അതോ കുറവോ ആയിട്ട് നിർമ്മിക്കുന്ന പാറ്റേൺ ആണ് ഗ്രേഡഡ് പാറ്റേൺ. അപ്പോൾ ഗ്രേഡഡ് പാറ്റേണിനെ പറ്റി ഒരുമിച്ച് 3 പോയിന്റ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 104 ഗ്രേഡഡ് പാറ്റേണിനെ പറ്റി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കൂടി ഉള്ളത് എന്താ? അപസാമാന്യ രൂപത്തിനും വികല രൂപത്തിനും ഉപയോഗിക്കാൻ കഴിയാത്ത പാറ്റേൺ ആണ് ഗ്രേഡഡ് പാറ്റേൺ. അപസാമാന്യ രൂപത്തിനും വികല രൂപത്തിനും ഉപയോഗിക്കാൻ കഴിയാത്ത പാറ്റേൺ ആണ് ഗ്രേഡഡ് പാറ്റേൺ. അടുത്ത ക്വസ്റ്റ്യൻ 105 എന്താണ് ആധാരരേഖ അല്ലെങ്കിൽ ബേസിക് ലൈൻ? പാറ്റേൺ വരയ്ക്കുമ്പോൾ ആദ്യമായിട്ട് വരയ്ക്കുന്ന രേഖയാണ് ആധാരരേഖ അല്ലെങ്കിൽ ബേസിക് ലൈൻ. അടുത്ത ക്വസ്റ്റ്യൻ 106 ഷോൾഡർ ലൈൻ, ചെസ്റ്റ് ലൈൻ, വേസ്റ്റ് ലൈൻ, സീറ്റ് ലൈൻ അതുപോലെയുള്ള ലൈൻസ് ഉൾപ്പെടുന്നത്. ഷോൾഡർ ലൈൻ, ചെസ്റ്റ് ലൈൻ, വേസ്റ്റ് ലൈൻ, പിന്നെ എന്തൊക്കെയാണ്? സീറ്റ് ലൈൻ, നീ ലൈൻ, ബോട്ടം ലൈൻ എന്നിവ ഉൾപ്പെടുന്നത്. ഉത്തരം ഗർഡർ ലൈൻ. ഇവയൊക്കെ എന്താ പറയുക? ഇവയൊക്കെ ഒരുമിച്ച് നമ്മൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഗർഡർ ലൈൻ എന്ന പേരിലാണ് ഈ ലൈൻസ് ഒക്കെ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പാറ്റേൺ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പാറ്റേൺ അറിയപ്പെടുന്നത്? അല്ലെങ്കിൽ പാറ്റേണിനെ നമ്മൾ എങ്ങനെയാണ് വിളിക്കുന്നത്? എന്ത് വേണമെങ്കിലും പറയാം. ഉത്തരം തയ്യൽക്കാരുടെ ആപ്തമിത്രം എന്നാണ് പാറ്റേൺ അറിയപ്പെടുന്നത്. ആത്മമിത്രമല്ല, ആപ്തമിത്രം എന്നാണ് പാറ്റേൺ അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 108 ആണ് ചോദ്യത്തിൻ്റെ നമ്പർ.
ബ്ലേഡ് എന്നത് BLADE തന്നെയാണ്, മലയാളത്തിൽ എഴുതുന്നവർക്ക് എഴുതാം. ബ്ലേഡ് എന്നത് എന്താണ്? ബ്ലേഡ് എന്ന് പറയുന്നത് പുറകുവശത്തെ നെഞ്ചളവിൻ്റെ അല്പം മുകളിലുള്ള അളവാണ് ഏത്? ബ്ലേഡ് എന്ന് പറയുന്നത്. പുറകുവശത്തെ നെഞ്ചളവിൻ്റെ അല്പം മുകളിലുള്ള അളവാണ് ബ്ലേഡ് എന്നറിയപ്പെടുന്നത്. അതുകൂടാണ്ട് തന്നെ മറ്റൊരു പോയിന്റ് കൂടി വരുന്നുണ്ട്. തോളിൻ്റെ താഴത്തെ അറ്റവും കൂടിയാണ് എന്ത്? ബ്ലേഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 109. നേപ്പ് ഓഫ് നെക്ക്, അതിൻ്റെ മലയാളം. നേപ്പ് ഓഫ് നെക്ക് എന്ന് പറയുന്നത് ഏത് ഭാഗമാണ്? അതിൻ്റെ പ്ലസ് അതിൻ്റെ മലയാളം എന്താണ്? ടേം പറയുന്നത് എന്താണെന്നുള്ളതും ആണ് അടുത്ത ചോദ്യം. നേപ്പ് ഓഫ് നെക്ക്, തലയും ഉടലും യോജിക്കുന്ന ഭാഗമാണ് നേപ്പ് ഓഫ് നെക്ക് എന്നറിയപ്പെടുന്നത്. എന്താണ്? തലയും ഉടലും യോജിക്കുന്ന ഭാഗമാണ് നേപ്പ് ഓഫ് നെക്ക്. അതിൻ്റെ മലയാളമാണ് എന്ത്? പിടലി. മലയാളം പിടലി എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 110. ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഉത്തരം ഉടൽ. ഉടൽ. അടുത്ത ക്വസ്റ്റ്യൻ 111. 3 വയസ്സ് പ്രായമായിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ അളവ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 3 വയസ്സ് പ്രായമുണ്ടായിരിക്കുമ്പോൾ. 111 ചോദ്യത്തിൻ്റെ നമ്പർ. ഉത്തരം നെഞ്ചു മരക്കെട്ടും തുല്യമായിരിക്കുന്ന പ്രായമാണ് എന്ത്? 3 വയസ്സ്. നെഞ്ചു മരക്കെട്ടും തുല്യമായിരിക്കുന്ന പ്രായം. ഈ പ്രായത്തിൽ തല ആകെ നീളത്തിൻ്റെ 1/4 ഭാഗമായിരിക്കും. തല എന്ന് പറയുന്നത് ആകെ നീളത്തിൻ്റെ 1/4 ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 112. തല പൊക്കത്തിൻ്റെ 1/6 ആയിരിക്കുന്ന പ്രായം. തല പൊക്കത്തിൻ്റെ 1/6 ആയിരിക്കുന്ന പ്രായം. ഉത്തരം 5 വയസ്സ്. ഉത്തരം 5 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 113. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും യുവത്വത്തിലേക്ക് എത്തുന്ന പ്രായം. ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും യുവത്വത്തിലേക്ക് എത്തുന്ന പ്രായം. ഉത്തരം 12 to 15. 12 മുതൽ 15 വരെ ഉള്ള വയസ്സിലാണ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും യുവത്വത്തിലേക്ക് എത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 114. തല പൊക്കത്തിൻ്റെ 7/4 ഭാഗമായിരിക്കുന്ന പ്രായം. തല പൊക്കത്തിൻ്റെ 7/4 ഭാഗമായിരിക്കുന്ന പ്രായം. ഉത്തരം 12 to 15 തന്നെ ആയിരിക്കും. 12 to 15. അടുത്ത ക്വസ്റ്റ്യൻ 115. ഒരു വ്യക്തി പൂർണ്ണ വളർച്ച എത്തുന്ന പ്രായം. ഒരു വ്യക്തി പൂർണ്ണ വളർച്ച എത്തുന്ന പ്രായം. ഉത്തരം 18 വയസ്സ്. ഉത്തരം 18 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 116. ചോദ്യത്തിൻ്റെ നമ്പർ 116. തല പൊക്കത്തിൻ്റെ 7/4 ഭാഗമായിരിക്കുന്ന പ്രായം. തല പൊക്കത്തിൻ്റെ 7/4 ഭാഗമായിരിക്കുന്ന പ്രായം. ഉത്തരം 18 വയസ്സ്. ഉത്തരം
18 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 117. തല പൊക്കത്തിൻ്റെ 8/1 പ്രായം. തല പൊക്കത്തിൻ്റെ 8/1 പ്രായം. ഉത്തരം 24 വയസ്സ്. ഉത്തരം 24 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 118. നട്ടെല്ലിൻ്റെ വളർച്ച നിലയ്ക്കുന്ന പ്രായം. നട്ടെല്ലിൻ്റെ വളർച്ച നിലയ്ക്കുന്ന പ്രായം. ഉത്തരം 24 വയസ്സ്. ഉത്തരം 24 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 119. പുരുഷന്മാരുടെ വളർച്ച നിലയ്ക്കുന്ന പ്രായം. പുരുഷന്മാരുടെ വളർച്ച നിലയ്ക്കുന്ന പ്രായം. ഉത്തരം 25 വയസ്സ്. ഉത്തരം 25 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ പെൺകുട്ടികളുടെ വളർച്ച നിലയ്ക്കുന്ന പ്രായം. പെൺകുട്ടികളുടെ വളർച്ച നിലയ്ക്കുന്ന പ്രായം. ഉത്തരം 21 വയസ്സ്. ഉത്തരം 21 വയസ്സ്. അടുത്ത ക്വസ്റ്റ്യൻ 121. ക്വസ്റ്റ്യൻ നമ്പർ 121. പ്രസാമാന്യ ശരീരത്തിൻ്റെ നെഞ്ചളവ്. പ്രസാമാന്യ ശരീരത്തിൻ്റെ നെഞ്ചളവ്. ഉത്തരം പൊക്കത്തിൻ്റെ 55%. പൊക്കത്തിൻ്റെ 55%. അടുത്തത് 122. പൊക്കത്തിനനുസരിച്ച് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് വളർച്ച ഇല്ലാത്ത ശരീരാകൃതി. പൊക്കത്തിനനുസരിച്ച് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്ക് വളർച്ച ഇല്ലാത്ത ശരീരാകൃതി. ഉത്തരം അപസാമാന്യ ശരീരാകൃതി. ഉത്തരം അപസാമാന്യ ശരീരാകൃതി. അടുത്ത ക്വസ്റ്റ്യൻ 123. ഒരാളിൻ്റെ നീളം കൂടിയ വിരൽ മുതൽ കൈമുട്ടിലും കൈയുടെ സന്ധിയിലും കൂടെ വരത്തക്കവണ്ണം ഒരു നേർ വര വരച്ചാൽ അത് ചെവിയുടെ മധ്യത്തു കൂടി വരുന്ന ശരീരാകൃതി. ഉത്തരം പ്രസാമാന്യ ശരീരാകൃതി. ഉത്തരം പ്രസാമാന്യ ശരീരാകൃതി. അടുത്ത ക്വസ്റ്റ്യൻ 124. സ്റ്റൂപ്പിംഗ് ഫിഗർ എന്നാൽ എന്ത്? അല്ലെങ്കിൽ കൂനുള്ള ശരീരാകൃതി. സ്റ്റൂപ്പിംഗ് ഫിഗർ അല്ലെങ്കിൽ കൂനുള്ള ശരീരാകൃതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ശരീരാകൃതിയിൽ ക്രോസ് ബാക്ക് പ്രസാമാന്യത്തേക്കാൾ, അതായത് നോർമൽ ഫിഗറിനേക്കാൾ കൂടുതലായിരിക്കും. അതുകൂടാതെ പുറകുവശത്തെ നീളവും അരക്കെട്ടും നോർമൽ ഫിഗറിനേക്കാൾ കൂടുതലായിരിക്കുന്ന ശരീരാകൃതിയാണ് സ്റ്റൂപ്പിംഗ് ഫിഗർ. പുറകുവശത്തെ നീളവും അരക്കെട്ടും പ്രസാമാന്യത്തേക്കാൾ, അതായത് നോർമൽ ഫിഗറിനേക്കാൾ കൂടുതലായിരിക്കുന്ന ശരീരാകൃതിയാണ് സ്റ്റൂപ്പിംഗ് ഫിഗർ അല്ലെങ്കിൽ കൂനുള്ള ശരീരാകൃതി. ഇനി അടുത്തത് 125. ഇറക്റ്റ് ഫിഗർ. നിങ്ങൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ഒരു ടേം, ഏതെങ്കിലും ഒരു ടേം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം മലയാളം ഉണ്ടെങ്കിൽ രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഇറക്റ്റ് ഫിഗർ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇറക്റ്റ് ഫിഗർ, അതിൻ്റെ മലയാളം എന്ന് പറയുന്നത് നിവർന്ന ശരീരാകൃതിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടെങ്കിൽ അത് രണ്ടും ഒരുമിച്ച് തന്നെ പഠിച്ചു വെക്കേണ്ടത് ആണ്.
അപ്പം ഇറക്റ്റ് ഫിഗർ അല്ലെങ്കിൽ നിവർന്ന ശരീരാകൃതിയുടെ പ്രത്യേകതകളാണ് ഇനി അടുത്തത്. ഉത്തരം ക്രോസ് ബാക്കിൻ്റെ നീളം പ്രസാമാന്യത്തേക്കാൾ കുറഞ്ഞ ശരീരാകൃതിയാണ് എന്ത്? നിവർന്ന ശരീരാകൃതി. ക്രോസ് ബാക്കിൻ്റെ നീളം നോർമൽ ഫിഗറിനേക്കാൾ കുറഞ്ഞതായിരിക്കും. പിന്നെന്താ? ചെവി പുറകോട്ട് പോകുന്ന നിവർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ചെവി പുറകോട്ട് പോകുന്ന തരത്തിലായിരിക്കും ഇവരുടെ ശരീരപ്രകൃതി ഉണ്ടായിരിക്കുക. അതുകൂടാണ്ട് തന്നെ കഴുത്ത് പുറകോട്ടായിരിക്കുന്ന ശരീരാകൃതിയും കൂടിയാണ് എന്ത്? നിവർന്ന ശരീരാകൃതി അല്ലെങ്കിൽ ഇറക്റ്റ് ഫിഗർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 126. കൂനുള്ള ശരീരാകൃതിയുടെ വിപരീത ലക്ഷണങ്ങളുള്ള ശരീരപ്രകൃതി അല്ലെങ്കിൽ ശരീരാകൃതി. ഉത്തരം എന്തായിരിക്കും? ഇറക്റ്റ് ഫിഗർ അല്ലെങ്കിൽ നിവർന്ന ശരീരാകൃതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 127. മിലിട്ടറി, പോലീസ് മുതലായ വിഭാഗത്തിലുള്ളവരുടെ ശരീരാകൃതി. മിലിട്ടറി, പോലീസ് മുതലായ വിഭാഗത്തിലുള്ളവരുടെ ശരീരാകൃതി. ഉത്തരം നിവർന്ന ശരീരാകൃതി അല്ലെങ്കിൽ ഇറക്റ്റ് ഫിഗർ. ഇനി അടുത്ത ചോദ്യം 128. ഒരു വ്യക്തിയുടെ ബാലൻസ് പുറകോട്ടായിരിക്കുന്നതും അതുപോലെ തന്നെ തലയും ഷോൾഡറും കൈയും പുറകോട്ടായിരിക്കുന്ന തരത്തിലുമുള്ള ശരീരാകൃതി. ഒരു വ്യക്തിയുടെ ബാലൻസ് പുറകോട്ട് ചെരിഞ്ഞതും അതുപോലെ തന്നെ തലയും ഷോൾഡറും കൈയും പുറകോട്ടായിരിക്കുന്ന തരത്തിലുള്ള ശരീരാകൃതി. ഉത്തരം തടിച്ച ശരീരാകൃതി. ഉത്തരം തടിച്ച ശരീരാകൃതി. അടുത്ത ക്വസ്റ്റ്യൻ 129. വയറ് നെഞ്ചളവിനേക്കാൾ കൂടുതലായിരിക്കുന്ന തരത്തിലുള്ള ശരീരാകൃതി. വയറ് നെഞ്ചളവിനേക്കാൾ കൂടുതലായിരിക്കുന്ന തരത്തിലുള്ള ശരീരാകൃതി. ഉത്തരം തടിച്ച ശരീരാകൃതി അല്ലെങ്കിൽ അതിൻ്റെ ഇംഗ്ലീഷാണ് കോർപ്പുലൻ്റ് ഫിഗർ. തടിച്ച ശരീരാകൃതി അല്ലെങ്കിൽ കോർപ്പുലൻ്റ് ഫിഗർ. വേറൊരു പ്രത്യേകത ഈ കോർപ്പുലൻ്റ് ഫിഗറിനുള്ളത് നെഞ്ചളവിനെ അപേക്ഷിച്ച് അരക്കെട്ട് കൂടുതലായിരിക്കും. നെഞ്ചളവിനെ അപേക്ഷിച്ച് അരക്കെട്ട് കൂടുതലായിരിക്കുന്ന ശരീരപ്രകൃതിയുമാണ് എന്ത്? തടിച്ച ശരീരാകൃതി അല്ലെങ്കിൽ കോർപ്പുലൻ്റ് ഫിഗർ. അടുത്ത ക്വസ്റ്റ്യൻ 130. നെഞ്ചും അരക്കെട്ടുമായി 2.5 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 7.5 സെൻറ്റിമീറ്റർ എന്നീ രീതിയിൽ വ്യത്യാസം വരുന്ന തരത്തിലുള്ള ശരീരാകൃതി. ഇവയിൽ ഏത് വേണമെങ്കിലും ആവാം. 2.5 ആവാം, 5 ആവാം, 7.5 ആവാം. ഏതെങ്കിലും ഒന്ന് ആയിട്ട് വ്യത്യാസം വരുന്ന തരത്തിലുള്ള ശരീരാകൃതി. ഉത്തരം സെമി കോർപ്പുലൻ്റ് ഫിഗർ. സെമി കോർപ്പുലൻ്റ് ഫിഗർ അല്ലെങ്കിൽ സാമാന്യം തടിച്ച ശരീരാകൃതി. സാമാന്യം തടിച്ച ശരീരാകൃതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 131. നെഞ്ചളവിനേക്കാൾ അരക്കെട്ട് 10 സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള ശരീരാകൃതി. നെഞ്ചളവിനേക്കാൾ അരക്കെട്ട് അല്ലെങ്കിൽ സീറ്റ് 10 സെൻറ്റിമീറ്ററോ അതിൽ കൂടുതലോ ഉള്ള ശരീരാകൃതി. ഉത്തരം അമിതമായി തടിച്ച ശരീരപ്രകൃതി അല്ലെങ്കിൽ ഓവർ കോർപ്പുലൻ്റ് ഫിഗർ. ഓവർ കോർപ്പുലൻ്റ് ഫിഗർ. അടുത്ത ക്വസ്റ്റ്യൻ 132.
പ്രസാമാന്യത്തിൽ നിന്ന് അരക്കെട്ട് എത്ര കൂടുന്നു എന്നുള്ളത്. പ്രസാമാന്യം അല്ലെങ്കിൽ നോർമൽ ഫിഗറിൽ നിന്ന് അരക്കെട്ട് എത്ര കൂടുന്നു എന്നത് എന്താണെന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം ഡിസ്പ്രപ്പോർഷൻ അല്ലെങ്കിൽ കോർപ്പുലൻസി. ഡിസ്പ്രപ്പോർഷൻ അല്ലെങ്കിൽ പ്രപ്പോർഷൻ ഇല്ലാത്ത അവസ്ഥ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രപ്പോർഷൻ ഇല്ലാത്ത അവസ്ഥ, ഡിസ്പ്രപ്പോർഷൻ അല്ലെങ്കിൽ കോർപ്പുലൻസി. അതിൻ്റെ മലയാളമാണ് അനുപാതരാഹിത്യം. അനുപാതരാഹിത്യം. അടുത്ത ക്വസ്റ്റ്യൻ 133. പ്രസാമാന്യ ശരീരത്തിനുണ്ടായിരിക്കേണ്ട വേസ്റ്റ് അളവ്. പ്രസാമാന്യ ശരീരത്തിനുണ്ടായിരിക്കേണ്ട വേസ്റ്റ് അളവ്. ഉത്തരം സീറ്റിനേക്കാൾ 15 സെൻറ്റിമീറ്റർ കുറവ്. സീറ്റിനേക്കാൾ 15 സെൻറ്റിമീറ്റർ കുറവ്. അടുത്ത ക്വസ്റ്റ്യൻ 134. ഷോൾഡർ ചതുരാകൃതിയിലോ തോൾ ചരിവ് ആവശ്യത്തിന് ഇല്ലാതിരിക്കുകയോ കൈ മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നതും ആയിട്ടുള്ള ശരീരാകൃതി. ഒന്നുകൂടി പറയാം. ഷോൾഡർ ചതുരാകൃതിയിലോ തോൾ ചരിവ് ആവശ്യത്തിന് ഇല്ലാതിരിക്കുകയോ കൈ മുകളിലോട്ട് പൊങ്ങിയിരിക്കുന്നതുമായിട്ടുള്ള ശരീരാകൃതി. ഉത്തരം പരന്ന തോളുള്ള ശരീരാകൃതി. പരന്ന തോളുള്ള ശരീരാകൃതി അല്ലെങ്കിൽ അതിൻ്റെ മലയാളം ഇംഗ്ലീഷ് സ്ക്വയർ ഷോൾഡർ ഫിഗർ. സ്ക്വയർ ഷോൾഡർ ഫിഗർ. അടുത്ത ക്വസ്റ്റ്യൻ 135. തോൾ ചരിവ് പ്രസാമാന്യ ശരീരത്തിലേക്കാൾ കൂടുതലുള്ള ശരീരാകൃതി. തോൾ ചരിവ് നോർമൽ ഫിഗറിനേക്കാൾ കൂടുതലുള്ള ശരീരാകൃതി. ഉത്തരം ചെരിഞ്ഞ തോളുള്ള ശരീരാകൃതി. ചെരിഞ്ഞ തോളുള്ള ശരീരാകൃതി അല്ലെങ്കിൽ സ്ലോപ്പിംഗ് ഷോൾഡർ. സ്ലോപ്പിംഗ് ഷോൾഡർ. അടുത്ത ക്വസ്റ്റ്യൻ 136. പ്രസാമാന്യ ശരീരത്തേക്കാൾ പൊക്കം കുറവും വണ്ണം കൂടുതലുമുള്ള ശരീരാകൃതി. പ്രസാമാന്യ ശരീരത്തേക്കാൾ പൊക്കം കുറവും വണ്ണം കൂടുതലുമുള്ള ശരീരാകൃതി. ഉത്തരം തടിച്ചു കുറുകിയ ശരീരാകൃതി. തടിച്ചു കുറുകിയ ശരീരാകൃതി. അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട് ഫിഗർ. ഷോർട്ട് ആൻഡ് സ്റ്റൗട്ട് ഫിഗർ. അടുത്ത ക്വസ്റ്റ്യൻ 137. 137 അടുത്ത ചോദ്യം. ശരീരാകൃതിയുടെ ബാലൻസ് പുറകോട്ടായിരിക്കുന്നതും ക്രോസ് ബാക്കും അരക്കെട്ട് വരെയുള്ള നീളവും പുറം നീളവും കുറവുള്ളതുമായിട്ടുള്ള ശരീരാകൃതി. ഒന്നുകൂടി പറയാം. ശരീരാകൃതിയുടെ ബാലൻസ് പുറകോട്ടായിരിക്കുന്നതും ക്രോസ് ബാക്കും അരക്കെട്ട് വരെയുള്ള നീളവും പുറം നീളവും കുറഞ്ഞതുമായിട്ടുള്ള ശരീരാകൃതി. ഉത്തരം തടിച്ചു കുറുകിയ ശരീരാകൃതി. തടിച്ചു കുറുകിയ ശരീരാകൃതി. അടുത്ത ക്വസ്റ്റ്യൻ 138. പ്രസാമാന്യത്തെ ശരീരത്തെ അപേക്ഷിച്ച് നെഞ്ച്, അരക്കെട്ട്, സീറ്റ് എന്നിവ കുറവായിരിക്കുന്നതും ബോഡി റൈസ് കൂടുതലുമായിട്ടുള്ള ശരീരാകൃതി. പ്രസാമാന്യ ശരീരത്തെ അപേക്ഷിച്ച് നെഞ്ച്, അരക്കെട്ട്, സീറ്റ് എന്നിവ കുറവായിരിക്കുന്നതും ബോഡി റൈസ് കൂടുതലുമായിട്ടുള്ള ശരീരാകൃതി. മെലിഞ്ഞു നീണ്ട ശരീരാകൃതി. മെലിഞ്ഞു നീണ്ട ശരീരാകൃതി അല്ലെങ്കിൽ ടോൾ ആൻഡ് തിൻ ഫിഗർ. ടോൾ ആൻഡ് തിൻ ഫിഗർ. അടുത്ത ക്വസ്റ്റ്യൻ 139. വികലമായ ശരീരാകൃതിക്ക് ഉദാഹരണങ്ങൾ. വികലമായ ശരീരാകൃതിക്ക് ഉദാഹരണങ്ങൾ.
ഉത്തരം വളഞ്ഞ കാലുള്ളവർ, അതായത് ബോ ലെഗ്ഡ്. വളഞ്ഞ കാലുള്ളവർ, കാൽമുട്ടുകൾ കൂട്ടിമുട്ടുന്നവർ, നോക്ക് നീസ്. പിന്നെ കൂനുള്ളവർ, ഹം ബാക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് നെഞ്ച് കൂട് കെട്ടിയവർ. ഇതൊക്കെയാണ് വികലമായ ശരീരാകൃതിക്കുള്ള ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 140. തല ആകെ ശരീരത്തിൻ്റെ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. തല ആകെ ശരീരത്തിൻ്റെ ഉത്തരം 8/1 ആയിരിക്കും. 8/1 ആയിരിക്കും. ഇതറിയപ്പെടുന്നത് 1 യൂണിറ്റ്. തല ശരീരത്തിൻ്റെ 1 യൂണിറ്റ് ആയിരിക്കും. 1 യൂണിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 141. എയ്റ്റ് ഹെഡ് തിയറി പ്രാബല്യത്തിൽ വരുത്തിയ വ്യക്തി. എയ്റ്റ് ഹെഡ് തിയറി പ്രാബല്യത്തിൽ വരുത്തിയ വ്യക്തി. ഉത്തരം വെമ്പൽ. അടുത്ത ക്വസ്റ്റ്യൻ 142. രൂപരേഖ വരയ്ക്കുന്നതിനും അളവെടുക്കുന്നതിനും അതുപോലെ തന്നെ തുണികൾ മുറിക്കുന്നതിനും റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിനും സഹായകമായിട്ടുള്ള സിദ്ധാന്തം. ഒന്നുകൂടി പറയാം. രൂപരേഖ വരയ്ക്കുന്നതിനും അളവെടുക്കുന്നതിനും തുണികൾ മുറിക്കുന്നതിനും അതുപോലെ തന്നെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിനും സഹായകമായിട്ടുള്ള സിദ്ധാന്തം. ഉത്തരം എയ്റ്റ് ഹെഡ് തിയറി. അടുത്ത ക്വസ്റ്റ്യൻ 143. ഓരോരുത്തരുടെ പൊക്കമനുസരിച്ച് വണ്ണവും ബാക്കി അളവുകളും അടയാളപ്പെടുത്തിയിരിക്കുന്ന ചാർട്ട്. ഓരോരുത്തരുടെ പൊക്കമനുസരിച്ച് വണ്ണവും ബാക്കി അളവുകളും അടയാളപ്പെടുത്തിയിരിക്കുന്ന ചാർട്ട്. ഉത്തരം അനുപാത ചാർട്ടിൻ്റെ ആപേക്ഷിക സ്കെയിൽ. അല്ലെങ്കിൽ റിലേറ്റീവ് സ്കെയിൽ ഓഫ് പ്രപ്പോർഷൻ ചാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ 144. ഒരാളുടെ പൊക്കം തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാളുടെ പൊക്കം മാത്രമേ തന്നുള്ളൂവെങ്കിൽ അതിൽ നിന്ന് ബാക്കിയുള്ള അളവുകൾ കണ്ടുപിടിക്കുന്ന വിധമാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാളുടെ പൊക്കം തന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ബാക്കിയുള്ള അളവുകൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആദ്യത്തെ 144 തന്നെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടാൽ മതി. നെഞ്ച് കണ്ടുപിടിക്കേണ്ട വിധം പൊക്കത്തിൻ്റെ 55%. പൊക്കത്തിൻ്റെ ഉയരമാണ് തന്നിട്ടുള്ളതെങ്കിൽ പൊക്കത്തിൻ്റെ 55% ചെസ്റ്റ്. അടുത്തത് ഇരിക്കുമ്പോഴുള്ള ഉയരം കണ്ടുപിടിക്കുന്നത് പൊക്കത്തിൻ്റെ 53%. ഇനി അടുത്തത് സീറ്റിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് നെഞ്ചളവിൻ്റെ 5% മുതൽ 7% വരെ കൂടുതൽ എടുക്കുമ്പോഴാണ് സീറ്റിൻ്റെ അളവ് നമുക്ക് ലഭിക്കുന്നത്. ഇനി അടുത്തത് കഴുത്ത് നെക്കിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട് നെഞ്ചിൻ്റെ 40%. ചെസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ, അതിൻ്റെ 40% എന്ത് കഴുത്ത് നെക്ക് ആയിട്ട് എടുക്കുന്നത്. ഇനി അടുത്തത് കൈയുടെ നീളം എന്ന് പറയുന്നത് നെഞ്ചിൻ്റെ 2/3 അല്ലെങ്കിൽ 66%. ഇനി അടുത്തത് നിക്കറിൻ്റെ അളവെന്ന് പറയുന്നത് പൊക്കത്തിൻ്റെ 8/3 ഭാഗം -10 സെൻറ്റിമീറ്റർ. 8/3 -10 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത് പെറ്റിക്കോട്ടിൻ്റെ അളവ് കണ്ടുപിടിക്കാനായിട്ട്
പൊക്കത്തിൻ്റെ 8/5. പൊക്കത്തിൻ്റെ 8/5. അടുത്തത് പൈജാമയും സെയിം തന്നെയാണ്. അങ്ങനെ 3 അളവുകൾ 3 ഗാർമെൻറ്റിൻ്റെയും സെയിം തന്നെയാണ്. പൈജാമയുടെയും പൊക്കത്തിൻ്റെ 8/5 കണ്ടുപിടിക്കാനുള്ള രീതി. പിന്നെ അടുത്തത് പാൻസിൻ്റെയും സെയിം തന്നെയാണ്. പൊക്കത്തിൻ്റെ 8/5. അടുത്തത് കുട്ടികളുടെ ഫ്രോക്ക് പൊക്കത്തിൻ്റെ 2/1, അതായത് അര ആയിട്ടാണ്, പകുതിയായിട്ടാണ് എടുക്കേണ്ടത്. അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു നമ്മളുടെ കസ്റ്റമറിൻ്റെ താല്പര്യം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നമുക്ക് കുട്ടികളുടെ ഉടുപ്പിന് ഇറക്കം വയ്ക്കാം. പിന്നെ അതുകൂടാണ്ട് ഷർട്ടിൻ്റെ അളവെന്ന് പറയുന്നത് പൊക്കത്തിൻ്റെ 2/1, പകുതിയായിരിക്കും ഷർട്ടിൻ്റെ അളവ്. അതുപോലെ തന്നെയാണ് കോട്ടിൻ്റെയും അളവ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ആളുടെ ഉയരം തന്നിരുന്നാൽ ബാക്കിയുള്ള അളവുകൾ കണ്ടുപിടിക്കാനുള്ള വഴി എന്ന് പറയുന്നത്. അടുത്തത് 145 ചോദ്യം. ഒരു സ്ത്രീയുടെ തലയുടെ ചുറ്റളവ്. ഉത്തരം 56 സെൻറ്റിമീറ്റർ. ഉത്തരം 56 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ 146 ചോദ്യമാണ്. ഒരു കുട്ടിയുടെ തലയുടെ ചുറ്റളവ്. ഉത്തരം 50 സെൻറ്റിമീറ്റർ. ഉത്തരം 50 സെൻറ്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ 147. കൃത്രിമപ്പട്ട് അയൺ ചെയ്യുന്ന വിധം അല്ലെങ്കിൽ അയൺ ചെയ്യുന്ന രീതി. കൃത്രിമപ്പട്ട്, ഗ്ലാസ് എന്നീ തുണിത്തരങ്ങൾ അയൺ ചെയ്യുന്ന രീതി. ഉത്തരം ഉണക്കത്തുണി ഇസ്തിരിയിടൽ. ഉത്തരം ഉണക്കത്തുണി ഇസ്തിരിയിടൽ അല്ലെങ്കിൽ ഡ്രൈ മെത്തേഡ് ഓഫ് പ്രസ്സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ 148. ഇസ്തിരി ഇടേണ്ടത് ഏത് ദിശയിലായിരിക്കും അല്ലെങ്കിൽ ആയിരിക്കണം? ഇസ്തിരി ഇടേണ്ടത് ഏത് ദിശയിൽ? ഉത്തരം ലെങ്ത് വൈസ്. ഉത്തരം ലെങ്ത് വൈസ്. അടുത്ത ക്വസ്റ്റ്യൻ 149. തുണിയുടെ ദിശകൾ. ഉത്തരം നീളം, വീതി, ക്രോസ്. ലെങ്ത് വൈസ്, വിഡ്ത്ത് വൈസ്, ക്രോസ് വൈസ്. അങ്ങനെ 3 ദിശകളാണ് തുണിക്ക് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 150. ചുരിദാർ, പൈജാമ, പഫ് സ്ലീവ്, സാൻഡോ ബനിയൻ, സറാറ എന്നിവയ്ക്ക് തുണി മുറിക്കുന്ന ദിശ. ഒന്നുകൂടി പറയാം. ചുരിദാർ, പൈജാമ, പഫ് സ്ലീവ്, സാൻഡോ ബനിയൻ, സറാറ എന്നിവയ്ക്ക് തുണി മുറിക്കുന്ന അല്ലെങ്കിൽ മുറിക്കേണ്ട ദിശ. ഉത്തരം ക്രോസ് വൈസ് ആയിട്ടാണ് ഈ ഇത്രയും ഗാർമെൻറ്റ്സിനൊക്കെ തുണി നമ്മൾ മുറിക്കാനായിട്ട് എടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ 151. ബുഷ് കോട്ട്, ഓവർകോട്ട്, വേസ്റ്റ് കോട്ട് മുതലായ വസ്ത്രങ്ങളുടെ തുറപ്പ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത്. ബുഷ് കോട്ട്, ഓവർകോട്ട്, വേസ്റ്റ് കോട്ട് മുതലായ വസ്ത്രങ്ങളുടെ മുൻഭാഗത്തെ തുറപ്പ് വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നത്. ഉത്തരം ഫേസിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ 152. വസ്ത്രങ്ങളുടെ അരിക് ഭംഗിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന തയ്യൽ. ഉത്തരം പൈപ്പിംഗ് ആണ്. നമ്മൾ നേരത്തെ അതുപോലെ
വസ്ത്രത്തിൻ്റെ തയ്യൽ തുമ്പുകൾ വെളിയിൽ കാണാത്ത വിധം തയ്ക്കുന്ന തയ്യൽ എന്തായിരിക്കും? ബൈൻഡിങ് ആയിരിക്കും. വസ്ത്രത്തിൻ്റെ തയ്യൽ തുമ്പുകൾ വെളിയിൽ കാണാത്ത വിധം തയ്ക്കുന്നത് ബൈൻഡിങ്. ഇത് 152 ഇപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ ബൈൻഡിങ്ങിന് എടുക്കുന്ന തുണിയുടെ വീതി എന്ന് പറയുന്നത് 2.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും ബൈൻഡിങ്ങിന് എടുക്കേണ്ട തുണിയുടെ വീതി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 154. ബട്ടൺ ഹോൾ എത്ര തരം ഏതെല്ലാം? ബട്ടൺ ഹോൾ എത്ര തരത്തിലുണ്ട് ഏതെല്ലാം? നാല് തരത്തിലാണുള്ളത്. നേരെയുള്ള ബട്ടൺ ഹോൾ അല്ലെങ്കിൽ വെർട്ടിക്കൽ ബട്ടൺ ഹോൾ, വിലങ്ങനെയുള്ള ബട്ടൺ ഹോൾ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ബട്ടൺ ഹോൾ, ബൗണ്ട് ബട്ടൺ ഹോൾ, പിന്നെ നാലാമത്തേതാണ് ക്രോസ് ബട്ടൺ ഹോൾ. അങ്ങനെ 4 ബട്ടൺ ഹോളാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 155. 4 ദ്വാരമുള്ള ബട്ടൺ തയ്ക്കുന്ന രീതി. 4 ദ്വാരമുള്ള ബട്ടൺ തയ്ക്കുന്ന രീതി. ഉത്തരം അധിക ചിഹ്നം. ഉത്തരം അധിക ചിഹ്നത്തിലാണ് 4 ദ്വാരമുള്ള ബട്ടൺ തയ്ക്കുന്നത്. അടുത്തത് 156. ക്വസ്റ്റ്യൻ നമ്പർ 156. വസ്ത്രങ്ങളിൽ നൂലോടിച്ച് ചുരുക്കേണ്ട ഭാഗം ഗ്യാദർ ചെയ്തതിന് ശേഷം ചുരുക്കുകളെ ക്രമപ്പെടുത്തിയെടുക്കുന്നത്. വസ്ത്രങ്ങളിൽ നൂലോടിച്ച് ചുരുക്കേണ്ട ഭാഗം ഗ്യാദർ ചെയ്തതിന് ശേഷം ചുരുക്കുകളെ ക്രമപ്പെടുത്തിയെടുക്കുന്നത്. ഉത്തരം സ്ട്രോക്കിംഗ്. ഉത്തരം സ്ട്രോക്കിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ 157. പല വരികളിലായി റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത ശേഷം ചുരുക്കിയെടുക്കുന്നത്. പല വരികളിലായി റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് ശേഷം ചുരുക്കിയെടുക്കുന്നത്. ഉത്തരം ഗേജിങ്. ഉത്തരം ഗേജിങ്. അടുത്ത ക്വസ്റ്റ്യൻ 158. റെഡിമെയ്ഡ് കോട്ട്, പാൻസ്, ഓവർകോട്ട് എന്നിവയിൽ 3 നൂൽ ഉപയോഗിച്ച് ചെയ്യുന്ന ബട്ടൺ ഹോൾ. റെഡിമെയ്ഡ് കോട്ട്, പാൻസ്, ഓവർകോട്ട് എന്നിവയിൽ 3 നൂൽ ഉപയോഗിച്ച് ചെയ്യുന്ന ബട്ടൺ ഹോൾ. ഉത്തരം മെൻറ്റഡ് ബട്ടൺ ഹോൾ. ഉത്തരം മെൻറ്റഡ് ബട്ടൺ ഹോൾ. അടുത്ത ക്വസ്റ്റ്യൻ 159. തുണിയുടെ അറ്റത്ത് പെരുവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും സഹായത്താൽ ചുരുട്ടി ഹെം ചെയ്യുന്ന രീതി. തുണിയുടെ അറ്റത്ത് പെരുവിരലിൻ്റെയും ചൂണ്ടുവിരലിൻ്റെയും സഹായത്താൽ ചുരുട്ടി ഹെം ചെയ്യുന്ന രീതി. ഉത്തരം റോൾഡ് ഹെം. ഉത്തരം റോൾഡ് ഹെം. അടുത്ത ക്വസ്റ്റ്യൻ റോൾഡ് ഹെമ്മിനേക്കാൾ 160 ക്വസ്റ്റ്യൻ നമ്പർ. റോൾഡ് ഹെമ്മിനേക്കാൾ ബലം കൂടിയ ഹെം. റോൾഡ് ഹെമ്മിനേക്കാൾ ബലം കൂടിയ ഹെം. ഉത്തരം കോഡഡ് ഹെം. ഉത്തരം കോഡഡ് ഹെം. അടുത്ത ക്വസ്റ്റ്യൻ കോഡഡ് ഹെം തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന നൂലിൻ്റെ നമ്പർ. കോഡഡ് ഹെം തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന നൂലിൻ്റെ നമ്പർ. ഉത്തരം 8-ാം നമ്പർ. ഉത്തരം 8-ാം നമ്പർ നൂലാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 162. വക്കടിക്കുമ്പോൾ താഴ്ഭാഗം മടക്കി തയ്ക്കാൻ തികയാത്ത തുണികളിൽ ചെയ്യുന്ന ഹെം. വക്കടിക്കുമ്പോൾ താഴ്ഭാഗം മടക്കി തയ്ക്കാൻ തികയാത്ത തുണികളിൽ ചെയ്യുന്ന ഹെം. ഉത്തരം ഫ്രഞ്ച് ഹെം അല്ലെങ്കിൽ ഫോൾസ് ഹെം. ഫ്രഞ്ച് ഹെം അല്ലെങ്കിൽ ഫോൾസ് ഹെം. അടുത്ത ക്വസ്റ്റ്യൻ 163. 2 ഞൊറിവുകൾ എതിർവശങ്ങളിലേക്ക് മറിഞ്ഞു കിടക്കുകയും ഉൾഭാഗത്ത് കൂടി നിൽക്കുകയും ചെയ്യുന്ന പ്ലീറ്റ്. 2 ഞൊറിവുകൾ എതിർവശങ്ങളിലേക്ക് മറിഞ്ഞു കിടക്കുകയും ഉൾഭാഗത്ത് കൂടി നിൽക്കുകയും ചെയ്യുന്ന പ്ലീറ്റ്.
ഉത്തരം ബോക്സ് പ്ലീറ്റ് അല്ലെങ്കിൽ ബോക്സ് ഞൊറിവ്. അടുത്ത ക്വസ്റ്റ്യൻ 164. അഭിമുഖമായതും നല്ല വശം തൊട്ടു നിൽക്കുന്നതുമായ പ്ലീറ്റ്. അഭിമുഖമായതും നല്ല വശം തൊട്ടു നിൽക്കുന്നതുമായ പ്ലീറ്റ്. ഉത്തരം ഇൻവേർട്ടഡ് ബോക്സ് പ്ലീറ്റ്. ഉത്തരം ഇൻവേർട്ടഡ് ബോക്സ് പ്ലീറ്റ്. അതായത് മലയാളത്തിൽ പറയുകയാണെന്ന് വെച്ചാൽ തല കീഴായ ബോക്സ് ഞൊറിവ്. തല കീഴായ ബോക്സ് ഞൊറിവ്. അടുത്ത ക്വസ്റ്റ്യൻ 165. ബോക്സ് പ്ലീറ്റ് തയ്ച്ച് അതിൻ്റെ അറ്റത്ത് 3/4 സെൻറ്റിമീറ്റർ വീതം രണ്ടറ്റത്തും തയ്ക്കുന്നത്. ബോക്സ് പ്ലീറ്റ് തയ്ച്ച് അതിൻ്റെ അറ്റത്ത് 3/4 സെൻറ്റിമീറ്റർ വീതം രണ്ടറ്റത്തും തയ്ക്കുന്നത്. ഉത്തരം സ്ഥിരമായ ഞൊറിവ്. ഉത്തരം സ്ഥിരമായ ഞൊറിവ് അല്ലെങ്കിൽ പെർമനൻറ്റ് പ്ലീറ്റ്. പെർമനൻറ്റ് പ്ലീറ്റ്. പെർമനൻറ്റ് പ്ലീറ്റ് തയ്ക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് പോക്കറ്റിലാണ് തയ്ക്കുന്നത്. പെർമനൻറ്റ് പ്ലീറ്റ് തയ്ക്കുന്നത് പോക്കറ്റിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ 166. പ്ലീറ്റിന് വേണ്ട തുണിയുടെ അളവ്. പ്ലീറ്റിന് വേണ്ട തുണിയുടെ അളവ് എന്ന് പറയുന്നത് ആകെ തുണി ഈസ് ഈക്വൽ ടു ഞൊറിവിൻ്റെ ഇരട്ടി പ്ലസ് അരക്കെട്ട്. ആകെ തുണി ഈസ് ഈക്വൽ ടു ഞൊറിവിൻ്റെ ഇരട്ടി പ്ലസ് അരക്കെട്ട്. ഇതാണ് പ്ലീറ്റിന് വേണ്ട തുണിയുടെ അളവ്. അടുത്ത ക്വസ്റ്റ്യൻ 167. വസ്ത്രങ്ങളിൽ ഭംഗിക്ക് വേണ്ടിയും ഫുൾനെസ്സിന് വേണ്ടിയും ചെയ്യുന്നത്. വസ്ത്രങ്ങളിൽ ഭംഗിക്ക് വേണ്ടിയും ഫുൾനെസ്സിന് വേണ്ടിയും ചെയ്യുന്നത്. ഉത്തരം ടക്കുകൾ. ഉത്തരം ടക്കുകൾ. അടുത്ത ചോദ്യം 168. ക്രോസായ വശത്ത് പിൻടക്കുകൾ തയ്ക്കുന്നത്. ക്രോസായ വശത്ത് പിൻടക്കുകൾ തയ്ക്കുന്നത്. ഉത്തരം ഡയമണ്ട് ടക്ക്. ഉത്തരം ഡയമണ്ട് ടക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 169. ഒരു നോർമൽ ഫിഗറുകാരൻ്റെ ഷർട്ടിൻ്റെ ഇറക്കം. ഒരു നോർമൽ ഫിഗറുകാരൻ്റെ ഷർട്ടിൻ്റെ ഇറക്കം. ഉത്തരം പൊക്കത്തിൻ്റെ പകുതി. അതായത് അദ്ദേഹത്തിൻ്റെ ഉയരം എത്രയാണോ അതിൻ്റെ പകുതി. അടുത്ത ക്വസ്റ്റ്യൻ 170. ഒരു വ്യക്തിയുടെ ഷർട്ടിൻ്റെ ലൂസ്. ഉത്തരം 1/3 ചെസ്റ്റ് പ്ലസ് 5 സെൻറ്റിമീറ്റർ. 1/3 ചെസ്റ്റ് പ്ലസ് 5 സെൻറ്റിമീറ്റർ. അടുത്തത് 171. നല്ല വശവും ചീത്തവശവും ഇല്ലാത്ത തുണി ഷർട്ടിന് മുറിക്കുമ്പോൾ എടുക്കേണ്ട വീതി. നല്ല വശവും ചീത്തവശവും ഇല്ലാത്ത തുണി ഷർട്ടിന് മുറിക്കുമ്പോൾ എടുക്കേണ്ട വീതി. ഉത്തരം വണ്ണത്തേക്കാൾ 15 സെൻറ്റിമീറ്റർ കൂടുതൽ. വണ്ണത്തേക്കാൾ 15 സെൻറ്റിമീറ്റർ കൂടുതൽ. അടുത്ത ക്വസ്റ്റ്യൻ 172. പാൻസിന് തുണി മുറിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പാൻസിന് തുണി മുറിക്കേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഉത്തരം അളവുകൾ, തുണിയുടെ വീതി, തുണി നല്ല വശവും ചീത്തവശവും ഉള്ളതാണോ എന്ന്. അതായത് 1 വേ ഫാബ്രിക് ആണോ എന്നുകൂടി ശ്രദ്ധിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ 173.
കേടുപാട് തീർക്കൽ എന്നത് കേടുപാട് തീർക്കൽ എന്ന പദവുമായി ബന്ധപ്പെട്ടത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം. ഉത്തരം മെൻഡിങ്. കേടുപാട് തീർക്കൽ എന്നത് ഉത്തരം മെൻഡിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റ നിറത്തിലുള്ള തുണികളിൽ തയ്ക്കുന്ന പാച്ചിങ്. ഒറ്റ നിറത്തിലുള്ള 174 ക്വസ്റ്റ്യൻ നമ്പർ. ഒറ്റ നിറത്തിലുള്ള തുണികളിൽ തയ്ക്കുന്ന പാച്ചിങ് കാലിക്കോ പാച്ചിങ്. അടുത്ത ക്വസ്റ്റ്യൻ 175. ഫ്ലാനൽ പാച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. ഫ്ലാനൽ പാച്ചിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. ഉത്തരം ഹെറിംഗ് ബോൺ. ഉത്തരം ഹെറിംഗ് ബോൺ. അടുത്ത ചോദ്യം 176. ഡാണിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. ഡാണിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച്. ഉത്തരം ഫിഷ് ബോൺ. ഉത്തരം ഫിഷ് ബോൺ. അടുത്ത ക്വസ്റ്റ്യൻ 177. വസ്ത്രങ്ങളിൽ ചെറിയ കീറലുകളിൽ ചെയ്യുന്ന കേടുപാട് തീർക്കൽ പ്രക്രിയ. വസ്ത്രങ്ങളിൽ ചെറിയ കീറലുകളിൽ ചെയ്യുന്ന കേടുപാട് തീർക്കൽ പ്രക്രിയ. ഉത്തരം ഡാണിങ്. ഉത്തരം ഡാണിങ്. അടുത്ത ചോദ്യം 178 ക്വസ്റ്റ്യൻ നമ്പർ. ഒരു വസ്ത്രത്തിൽ കീറിയ ഭാഗത്തിൻ്റെ കുറുകെ വരിയായി ചെയ്യുന്ന ഇഴയിടൽ. ഒരു വസ്ത്രത്തിൽ കീറിയ ഭാഗത്തിൻ്റെ കുറുകെ വരിയായി ചെയ്യുന്ന ഇഴയിടൽ. ഉത്തരം സ്ട്രെയിറ്റ് ഡാൺ. സ്ട്രെയിറ്റ് ഡാൺ അല്ലെങ്കിൽ നേർക്കീറൽ ഇഴയിടൽ. സ്ട്രെയിറ്റ് ഡാൺ അല്ലെങ്കിൽ നേർക്കീറൽ ഇഴയിടൽ. അടുത്ത ക്വസ്റ്റ്യൻ 179. പാവുനൂൽ വശവും ഊടുനൂൽ വശവും ഒരുപോലെ മുറിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ നടത്തുന്ന ഡാണിങ്. പാവുനൂൽ വശവും ഊടുനൂൽ വശവും ഒരുപോലെ മുറിഞ്ഞിരിക്കുന്ന വസ്ത്രത്തിൽ നടത്തുന്ന ഡാണിങ്. ഉത്തരം ക്രോസ് കട്ട് ഡാൺ. ഉത്തരം ക്രോസ് കട്ട് ഡാൺ. അടുത്ത ക്വസ്റ്റ്യൻ 180. പെട്രോളും ജലവും ഒരുമിച്ച് ചേർത്ത ലായനിയിൽ തുണി മുക്കി വയ്ക്കുന്നത്. പെട്രോളും ജലവും ഒരുമിച്ച് ചേർത്ത ലായനിയിൽ തുണി മുക്കി വയ്ക്കുന്നത് അല്ലെങ്കിൽ മുക്കി വയ്ക്കേണ്ടതിൻ്റെ ആവശ്യകത. ഉത്തരം കമ്പിളി തുണിയിൽ പറ്റിയിട്ടുള്ള എല്ലാ അഴുക്കുകളും നീക്കം ചെയ്യാൻ. കമ്പിളി തുണിയിൽ പറ്റിയിട്ടുള്ള എല്ലാ അഴുക്കുകളും നീക്കം ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ 181. ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്ന് കിട്ടുന്ന കമ്പിളി ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി. ചെമ്മരിയാടിൻ്റെ രോമത്തിൽ നിന്ന് കിട്ടുന്ന കമ്പിളി ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി. ഉത്തരം നിറ്റിംഗ്. ഉത്തരം നിറ്റിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ 182. രണ്ടോ അതിലധികമോ സൂചികൾ ഉപയോഗിച്ച് വസ്ത്രം നിർമ്മിക്കുന്ന പ്രക്രിയ. രണ്ടോ അതിലധികമോ സൂചികൾ ഉപയോഗിച്ച് വസ്ത്രം നിർമ്മിക്കുന്ന പ്രക്രിയ. ഉത്തരം നിറ്റിംഗ്. ഉത്തരം നിറ്റിംഗ്. നിറ്റിംഗ് സൂചി ഏതെല്ലാം തരത്തിൽ ലഭ്യമാണ് അതിൻ്റെ ഒപ്പം തന്നെ ആയിട്ട്, അതായത് നിറ്റിംഗ് സൂചി ലഭ്യമായിട്ടുള്ള സൈസുകളാണ് അടുത്ത ക്വസ്റ്റ്യൻ. 8 to 14. 8 to 14. അടുത്ത ക്വസ്റ്റ്യൻ. വസ്ത്രങ്ങളുടെ കഴുത്ത്
തയ്ക്കാൻ ഉപയോഗിക്കുന്ന നിറ്റിംഗ് സൂചി എങ്ങനെയുള്ളതായിരിക്കും? വസ്ത്രങ്ങളുടെ കഴുത്ത് തയ്ക്കാൻ ഉപയോഗിക്കുന്ന നിറ്റിംഗ് സൂചി എങ്ങനെയുള്ളതായിരിക്കും? ഉത്തരം ഇരുവശവും മുനയുള്ള നിറ്റിംഗ് സൂചിയാണ് ഉപയോഗിക്കുന്നത്. ഇരുവശവും മുനയുള്ള നിറ്റിംഗ് സൂചിയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 184. 12-ാം നമ്പർ നിറ്റിംഗ് സൂചിയുടെ ഉപയോഗങ്ങൾ. 12-ാം നമ്പർ നിറ്റിംഗ് സൂചിയുടെ ഉപയോഗം. ഉത്തരം കുഞ്ഞുങ്ങൾക്കുള്ള മഫ്ലർ, സോക്സ്, ബേബീസ് വെസ്റ്റ്, ക്യാപ്പ് തുടങ്ങിയവ തയ്ക്കുന്നതിനാണ് 12-ാം നമ്പർ നിറ്റിംഗ് സൂചി ഉപയോഗിക്കുന്നത്. മഫ്ലർ, സോക്സ് കുഞ്ഞുങ്ങൾക്കുള്ളതാണ്. മഫ്ലർ, സോക്സ്, ബേബീസ് വെസ്റ്റ്, ബേബീസ് ക്യാപ്പ് തുടങ്ങിയവ തയ്ക്കുന്നതിനാണ് 12-ാം നമ്പർ നിറ്റിംഗ് സൂചി ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 185. മഫ്ലർ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറ്റിംഗ് സൂചി ഏത് തരത്തിലുള്ളതാണ്? മഫ്ലർ തയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന നിറ്റിംഗ് സൂചിയുടെ തരം എന്നും പറയാം. ഉത്തരം യു ആകൃതിയിലുള്ളത്, യു ഷേപ്പിലുള്ള നിറ്റിംഗ് സൂചിയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 186. വസ്ത്രങ്ങളുടെ ഓരങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രിഞ്ച് തയ്ക്കാൻ ഉപയോഗിക്കുന്ന നിറ്റിംഗ് സൂചി. വസ്ത്രങ്ങളുടെ ഓരങ്ങൾ അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന, അതായത് സൈഡ് അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രിഞ്ചസ് തയ്ക്കാൻ ഉപയോഗിക്കുന്ന നിറ്റിംഗ് സൂചി എങ്ങനെയുള്ളതായിരിക്കും? ഉത്തരം ഷട്ടിലിൻ്റെ ആകൃതിയിലുള്ളതായിരിക്കും. ഷട്ടിലിൻ്റെ ആകൃതിയിലുള്ളതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 187. മേഴ്സറൈസ് ചെയ്ത പരുത്തി നൂൽ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ മോട് പിടിപ്പിക്കുന്ന രീതി. മേഴ്സറൈസ് ചെയ്ത പരുത്തി നൂൽ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ മോട് പിടിപ്പിക്കുന്ന രീതി. ഉത്തരം ക്രോഷ്യോ. ഉത്തരം ക്രോഷ്യ അല്ലെങ്കിൽ ക്രോച്ചറ്റ് എന്നൊക്കെ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ 188. ഉറുമാൽ, പെറ്റിക്കോട്ട്, മേശവിരി എന്നിവയിൽ ഉപയോഗിക്കുന്ന ക്രോച്ചറ്റ്. ഉറുമാൽ, പെറ്റിക്കോട്ട്, മേശവിരി എന്നിവയിൽ ഉപയോഗിക്കുന്ന ക്രോഷ്യോ വർക്കാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം സിംഗിളും ട്രിപ്പിളും. സിംഗിൾ ക്രോച്ചറ്റും ട്രിപ്പിൾ ക്രോച്ചറ്റും ആണ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 189. ചാർക്കോൾ അയൺ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സന്ദർഭം. ചാർക്കോൾ അയൺ ഉപയോഗിക്കുന്ന സന്ദർഭം. ഉത്തരം അലക്കുകാരാണ് ചാർക്കോൾ അയൺ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 190. ഡ്യൂപ്ലക്സ് ബോർഡ് ഉപയോഗിക്കുന്നത്. ഡ്യൂപ്ലക്സ് ബോർഡിൻ്റെ ഉപയോഗം എന്നൊക്കെ വരാം. ഡ്യൂപ്ലക്സ് ബോർഡിൻ്റെ ഉപയോഗം. ഡാർട്ട്, പ്ലീറ്റ് എന്നിവയും ഗോളാകൃതിയിലുള്ള ഭാഗങ്ങൾ അയൺ ചെയ്യുന്നതിനുമാണ് എന്തുപയോഗിക്കുന്നത്? ഡ്യൂപ്ലക്സ് ബോർഡ് ഉപയോഗിക്കുന്നത്. ഡാർട്ടും പ്ലീറ്റും അതുപോലെ തന്നെ ഗോളാകൃതിയിലുള്ള ഭാഗങ്ങൾ ഇസ്തിരിയിടുന്നതിനുമാണ് ഡ്യൂപ്ലക്സ് ബോർഡ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം 191. നമുക്കറിയാം നീഡിൽ ബോർഡ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. പൈൽ ഫാബ്രിക്സ് അയൺ ചെയ്യാൻ തന്നെയാണ്. അപ്പം നീഡിൽ ബോർഡിൻ്റെ നീളം അല്ലെങ്കിൽ നീഡിൽ ബോർഡിൻ്റെ അളവ് എത്രയാണെന്നാണ് അടുത്ത ചോദ്യം.
ഉത്തരം 75 സെൻറ്റിമീറ്റർ നീളവും 45 സെൻറ്റിമീറ്റർ വീതിയുമാണ് നീഡിൽ ബോർഡിന് ഉണ്ടായിരിക്കുക. 75 സെൻറ്റിമീറ്റർ നീളവും 45 സെൻറ്റിമീറ്റർ വീതിയും. അത് നേരെ നമ്മൾ ഇഞ്ചസിലേക്ക് ആക്കുന്ന സമയത്ത് 29.5 ഇഞ്ച് നീളം പ്ലസ് 17.5 ഇഞ്ച് വീതിയും ആണ് നീഡിൽ ബോർഡിന് ഉണ്ടായിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 192. വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്ന സമയം നനയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നത്. വസ്ത്രങ്ങൾ ഇസ്തിരിയിടുന്ന സമയം നനയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നത്. ഉത്തരം സ്പോഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ 193. സ്ലീവ് ഇസ്തിരി ഇടുന്നതിനാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ലീവ് ബോർഡിൻ്റെ നീളം. ഉത്തരം 32 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 54 സെൻറ്റിമീറ്റർ, അതും അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്റർ. ഇവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അതിൻ്റെ നീളം. അവയിൽ ഏത് വേണമെങ്കിലും ആവാം. 32, 54 ഓർ 60 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം ഉണ്ടായിരിക്കുക. ഇത് നമുക്ക് ഇഞ്ചസിലേക്ക് മാറ്റുന്ന സമയത്ത് 12.5 ഇഞ്ച്, പിന്നെ 21 ഇഞ്ച്, 23.5 ഇഞ്ച്, ഇതൊക്കെയാണ് അതിന് സ്ലീവ് ബോർഡിൻ്റെ നീളം എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 194. ബ്ലൗസ് ഇസ്തിരി ഇടാൻ ഉപയോഗിക്കുന്ന 20 സെൻറ്റിമീറ്റർ ചുറ്റളവിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കുഷ്യൻ. ബ്ലൗസ് ഇസ്തിരി ഇടാൻ ഉപയോഗിക്കുന്നതും 20 സെൻറ്റിമീറ്റർ ചുറ്റളവിൽ നിർമ്മിച്ചിട്ടുള്ളതുമായ ഒരു കുഷ്യൻ. ഉത്തരം പ്രസ്സിംഗ് പാഡ്. ഇനി അടുത്തത് നമ്മളുടെ ടെക്നിക്കൽ ടേംസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതെന്തായാലും നിങ്ങളെല്ലാവരും പഠിച്ചതും അതുപോലെ തന്നെ അറിയുന്നതുമാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല. ഇനി അടുത്തതാണ് 195. ക്വസ്റ്റ്യൻ നമ്പർ 195. ഏതെങ്കിലും ഒരു വസ്ത്രത്തിന് മുറിച്ചെടുത്ത മാതൃകയിൽ നിന്നും ഉപയോഗമുള്ള വേറൊരു വസ്ത്രത്തിൻ്റെ മാതൃക മുറിച്ചെടുക്കുന്നത്. ഏതെങ്കിലും ഒരു വസ്ത്രത്തിന് മുറിച്ചെടുത്ത മാതൃകയിൽ നിന്നും ഉപയോഗമുള്ള വേറൊരു വസ്ത്രത്തിൻ്റെ മാതൃക മുറിച്ചെടുക്കുന്നത്. ഉത്തരം മാതൃകകളുടെ സംയോജനം. അടുത്ത ക്വസ്റ്റ്യൻ 196. ആം ഹോൾ, ഒരു വസ്ത്രത്തിൻ്റെ ആം ഹോൾ വലുതായാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആം ഹോൾ വലുതായാൽ ഉത്തരം എന്ത് സംഭവിക്കും? ആം ഹോളിന് ചുളിവ് വരും. എന്താ സംഭവിക്കുക? ചുളിവ് വരാനുള്ള കാരണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 197. നമ്മൾ വസ്ത്രത്തിൽ തയ്ക്കുന്ന സമയത്ത് കൈക്ക്, അതായത് സ്ലീവിന് തുണി കൂടിയാൽ എന്താണ് സംഭവിക്കുക? തുണി കൂടിയാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ തുണി കൂടിയാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഉത്തരം സ്ലീവിന് ചുളിവ് വരുന്നു. സ്ലീവിന് ചുളിവ് വരാൻ ഉള്ള കാരണമാകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 198. മുൻവശത്ത് വിലങ്ങനെയുള്ള വലിവ് വരുന്നതിന് കാരണം. മുൻവശത്ത് വിലങ്ങനെ വലിവ് വരുന്നതിനുള്ള കാരണം. ഉത്തരം വസ്ത്രത്തിന് ആവശ്യത്തിന് ലൂസ് ഇല്ലാത്തതിനാൽ. അടുത്ത ക്വസ്റ്റ്യൻ 199. ഷർട്ട് കോളർ ശരിയായി നിൽക്കാത്തതിനുള്ള കാരണങ്ങൾ.
ഷർട്ടിൻ്റെ കോളർ ശരിയായി നിൽക്കാത്തതിനുള്ള കാരണങ്ങൾ. ഉത്തരം കഴുത്തിൻ്റെ മധ്യഭാഗവും കോളറിൻ്റെ മധ്യഭാഗവും ഒരു ഭാഗത്ത് ഒരേപോലെ വരാതിരുന്നാലാണ് എന്ത് ചെയ്യുന്നത്? ഷർട്ടിൻ്റെ കോളർ ശരിയായിട്ട് നിൽക്കില്ല. അടുത്ത ക്വസ്റ്റ്യൻ 200 3/4 സെൻറ്റിമീറ്റർ വീതിയിൽ തയ്യൽ തുമ്പെടുത്ത് ഒരേ അളവിൽ കൈകൊണ്ടും മെഷീനിലും തയ്ക്കുന്ന തയ്യൽ. 3/4 സെൻറ്റിമീറ്റർ വീതിയിൽ തയ്യൽ തുമ്പെടുത്ത് ഒരേ അളവിൽ കൈകൊണ്ടും മെഷീനിലും തയ്ക്കുന്ന തയ്യൽ. ഉത്തരം പ്ലെയിൻ സീം. ഉത്തരം പ്ലെയിൻ സീം. പ്ലെയിൻ സീമിന് വേറൊരു പേരും കൂടി ഉണ്ട്. എന്താണത്? അത് അടുത്ത ക്വസ്റ്റ്യനായിട്ട് എഴുതിക്കോളൂ. പ്ലെയിൻ സീം അറിയപ്പെടുന്നത് 201. പ്ലെയിൻ സീമിൻ്റെ മറ്റൊരു പേര് ഡ്രസ് സീം എന്നും കൂടി അറിയപ്പെടുന്നു. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. ഡ്രസ് സീം എന്നും കൂടി അറിയപ്പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 202. ഷർട്ടുകൾ എടുക്കുന്ന തുറപ്പിൻ്റെ നീളം. ഷർട്ടിൽ എടുക്കുന്ന തുറപ്പിൻ്റെ നീളം. ഉത്തരം 1/3 ചെസ്റ്റ്. ഉത്തരം 1/3 ചെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ 203. ടെയിലേർഡ് ഓപ്പണിംഗ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ. ടെയിലേർഡ് ഓപ്പണിംഗ് ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ. ഉത്തരം പുരുഷന്മാരുടെ ജുബ്ബയിലും ഷർട്ടിൻ്റെ സ്ലീവിലും. പിന്നെ എന്തിലൊക്കെ ഉപയോഗിക്കുക? കോതുകുപ്പായം, ചട്ടക്കുപ്പായം തുടങ്ങിയവയിലെല്ലാമാണ് എന്തുപയോഗിക്കുന്നത്? ടെയിലേർഡ് ഓപ്പണിംഗ് ഉപയോഗിക്കുന്നത്. ഒന്നുകൂടി പറയാം. പുരുഷന്മാരുടെ ജുബ്ബയിലും ഷർട്ടിൻ്റെ സ്ലീവ് തുറപ്പിനും കോതുകുപ്പായം, ചട്ടക്കുപ്പായം തുടങ്ങിയവയിലും ഒക്കെയാണ് ടെയിലേർഡ് ഓപ്പണിംഗ് ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനായിട്ട് എഴുതിക്കോളൂ. 204. ടെയിലേർഡ് ഓപ്പണിങ്ങിൻ്റെ മറ്റൊരു പേര്. ടെയിലേർഡ് ഓപ്പണിംഗ് അറിയപ്പെടുന്നത് എന്നും എഴുതാം. ഉത്തരം മിറ്റേർഡ് ഓപ്പണിംഗ്. ഉത്തരം മിറ്റേർഡ് ഓപ്പണിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ അലക്കി ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ വസ്ത്രങ്ങളിലും തയ്ക്കുന്ന ഓപ്പണിംഗ്. അലക്കി ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാ വസ്ത്രങ്ങളിലും തയ്ക്കുന്ന ഓപ്പണിംഗ്. ഉത്തരം ബൗണ്ട് ഓപ്പണിംഗ് അല്ലെങ്കിൽ ബൗണ്ട് തുറപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ 206. സൂര്യപ്രകാശത്തിലും സോപ്പിൻ്റെ ഉപയോഗം മൂലവും മങ്ങുന്ന തരത്തിലുള്ള വർണ്ണം. സൂര്യപ്രകാശത്തിലും സോപ്പിൻ്റെ നിരന്തരമായിട്ടുള്ള ഉപയോഗം മൂലവും മങ്ങുന്ന തരത്തിലുള്ള വർണ്ണം. ഉത്തരം ഡയറക്റ്റ് വർണ്ണം. ഉത്തരം ഡയറക്റ്റ് വർണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ 207. ചണം കൊണ്ട് നിർമ്മിതമായ വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന വർണ്ണം. ചണം കൊണ്ട് നിർമ്മിതമായ വസ്തുക്കളിൽ ഉപയോഗിക്കുന്ന വർണ്ണം. ഉത്തരം സെയിം ഡയറക്റ്റ് വർണ്ണം തന്നെയാണ് ഇതിൻ്റെയും ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ 208. കാർപ്പറ്റിൽ ഉപയോഗിക്കുന്ന വർണ്ണം. ഉത്തരം ഡയറക്റ്റ് വർണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പം ഇളകിപ്പോകാത്ത വർണ്ണം. എളുപ്പം ഇളകിപ്പോകാത്ത വർണ്ണം. ഉത്തരം ബേസിക് വർണ്ണം. ഉത്തരം ബേസിക് വർണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ 210. കാസ്റ്റിക് സോഡ, ബ്ലീച്ചിങ് പൗഡർ എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഇളകിപ്പോകുന്ന വർണ്ണം. കാസ്റ്റിക് സോഡ, ബ്ലീച്ചിങ് പൗഡർ എന്നീ വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഇളകിപ്പോകുന്ന വർണ്ണം. ഉത്തരം ബേസിക് വർണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ 211. കർട്ടൻ, പർദ്ദ എന്നിവയിൽ ഉപയോഗിക്കുന്ന വർണ്ണം.
ഉത്തരം ബേസിക് വർണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ 212. ഉപ്പ് ചേർത്താൽ ഫാസ്റ്റ് വർണ്ണമാകുന്ന വർണ്ണം. ഉപ്പ് ചേർത്താൽ ഫാസ്റ്റ് വർണ്ണമാകുന്ന വർണ്ണം. ഉത്തരം ബേസിക് വർണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ 213. സൾഫർ വർണ്ണം ഉപയോഗിക്കുന്ന സന്ദർഭം. സൾഫർ വർണ്ണം ഉപയോഗിക്കുന്ന സന്ദർഭം. ഉത്തരം രജായ് കവർ, ക്വിൽറ്റ് കവർ മുതലായവയിലാണ് ഉപയോഗിക്കുന്നത്. രജായ് കവർ, ക്വിൽറ്റ് കവർ. അടുത്ത ക്വസ്റ്റ്യൻ 214. ഒരു സ്ഥിരവർണ്ണം. ഒരു സ്ഥിരവർണ്ണം. ഉത്തരം നെഫ്താൽ വർണ്ണം. ഉത്തരം നെഫ്താൽ വർണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ 215. വസ്ത്രങ്ങൾക്ക് ഉപയോഗിക്കുന്ന മങ്ങാത്ത വർണ്ണം. അതുമല്ലെങ്കിൽ മങ്ങാത്ത വർണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്ന വർണ്ണം എന്നാണെങ്കിലും കുഴപ്പമില്ല. ഉത്തരം നെഫ്താൽ വർണ്ണം. ഉത്തരം നെഫ്താൽ വർണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ 216. ഗ്യാരണ്ടി ഉള്ള ഫാസ്റ്റ് വർണ്ണം. ഗ്യാരണ്ടി ഉള്ള ഫാസ്റ്റ് വർണ്ണം. ഉത്തരം വെറ്റ് വർണ്ണം. അടുത്തത് 217. ഈ വെറ്റ് വർണ്ണം ഉപയോഗിക്കുന്ന സന്ദർഭം. ഉത്തരം പോപ്ലിൻ, കോട്ടിംഗ്, സ്യൂട്ടിംഗ്. ഉത്തരം പോപ്ലിൻ, കോട്ടിംഗ്, സ്യൂട്ടിംഗ് എന്നിവയിലാണ് വെറ്റ് വർണ്ണം ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം 218. വെള്ളത്തിൽ ലയിക്കാത്ത വർണ്ണം. വെള്ളത്തിൽ ലയിക്കാത്ത വർണ്ണം. ഉത്തരം വെറ്റ് വർണ്ണം. അടുത്തത് 219. കമ്പിളി തുണികൾക്ക് ഉപയോഗിക്കുന്ന വളരെ നല്ല ഫാസ്റ്റ് വർണ്ണങ്ങൾ. കമ്പിളി തുണികൾക്ക് ഉപയോഗിക്കുന്ന വളരെ നല്ല ഫാസ്റ്റ് വർണ്ണങ്ങൾ. ഉത്തരം ആസിഡ് വർണ്ണം. ഉത്തരം ആസിഡ് വർണ്ണം. അടുത്ത ക്വസ്റ്റ്യൻ 220. ഷോൾഡറിൻ്റെ ആകൃതി ശരിയായി കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഷോൾഡറിൻ്റെ ആകൃതി ശരിയായി കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. കോട്ടുകളിലും മറ്റുമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഉത്തരം ഷോൾഡർ പാഡിംഗ്. ഉത്തരം ഷോൾഡർ പാഡിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ 221. ക്വസ്റ്റ്യൻ നമ്പർ 221. പാൻസിൻ്റെ ഫോർക്ക് മുതൽ മുട്ട് വരെ മടക്കുകൾ കാണുന്നതിൻ്റെ കാരണങ്ങൾ. പാൻസിൻ്റെ ഫോർക്ക് മുതൽ മുട്ട് വരെ മടക്കുകൾ കാണുന്നതിൻ്റെ കാരണങ്ങൾ. ഉത്തരം ബോഡി റൈസ് കൂടിയാലും സീറ്റ് ആംഗിൾ കുറവായാലും. ഉത്തരം ബോഡി റൈസ് കൂടിയാലും സീറ്റ് ആംഗിൾ കുറവായാലും. അടുത്ത ക്വസ്റ്റ്യൻ 222. പാൻസ് ധരിക്കുമ്പോൾ സൈഡ് പോക്കറ്റ് തുറന്നു പോകുന്നതിനുള്ള കാരണങ്ങൾ. പാൻസ് ധരിക്കുമ്പോൾ സൈഡ് പോക്കറ്റ് തുറന്നു പോകുന്നതിനുള്ള കാരണങ്ങൾ. ഉത്തരം സീറ്റ് റൗണ്ട് കുറവായതിനാൽ. ഉത്തരം സീറ്റ് റൗണ്ട് കുറവായതിനാൽ. അടുത്ത ക്വസ്റ്റ്യൻ 223. കോട്ടിൻ്റെ കഴുത്തു മുതൽ കക്ഷത്തിൻ്റെ മുൻവശം വരെ ചുളിവുകൾ ഉണ്ടാവുന്നതിന് കാരണം. കോട്ടിൻ്റെ കഴുത്തു മുതൽ കക്ഷത്തിൻ്റെ മുൻവശം വരെ ചുളിവുകൾ ഉണ്ടാകുന്നതിന് കാരണം.
ഉത്തരം നെക്ക് പോയിന്റ് മുതൽ കക്ഷം അല്ലെങ്കിൽ ആം ഹോൾ വരെയുള്ള നീളം കുറവായതിനാൽ, കോളർ ചെറുതായാൽ, പിന്നെ കോട്ടിൻ്റെ നെഞ്ചു ഭാഗത്ത് ഇറുക്കമായാലും ഒക്കെയാണ് കോട്ടിൻ്റെ കഴുത്ത് മുതൽ ആം ഹോളിൻ്റെ മുൻവശം വരെ ചുളിവുകൾ ഉണ്ടാകുന്നതിന് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, കോട്ടിൻ്റെ കൈ മുന്നോട്ട് ചലിപ്പിക്കുമ്പോൾ പ്രയാസം തോന്നുന്നതിനുള്ള കാരണം. കോട്ടിൻ്റെ കൈ മുന്നോട്ട് ചലിപ്പിക്കുമ്പോൾ പ്രയാസം തോന്നുന്നതിനുള്ള കാരണം. ഉത്തരം കോട്ടിന് എക്രോസ് ചെസ്റ്റ് കൂടിയാലും എക്രോസ് ബാക്ക് കുറഞ്ഞാലും. കോട്ടിന് എക്രോസ് ചെസ്റ്റ് കൂടിയാലും എക്രോസ് ബാക്ക് കുറഞ്ഞാലും. അടുത്ത ക്വസ്റ്റ്യൻ 224. കോട്ടിൻ്റെ കൈ മുന്നോട്ട് ചലിപ്പിക്കുമ്പോൾ പ്രയാസം തോന്നുന്നതിനുള്ള കാരണങ്ങൾ. ഉത്തരം കോട്ടിന് എക്രോസ് ചെസ്റ്റ് കൂടിയാലും എക്രോസ് ബാക്ക് കുറഞ്ഞാലും. കോട്ടിന് എക്രോസ് ചെസ്റ്റ് കൂടിയാലും എക്രോസ് ബാക്ക് കുറഞ്ഞാലും. അടുത്ത ക്വസ്റ്റ്യൻ 225. കോട്ട് ധരിച്ച് കൈ പൊക്കുമ്പോൾ കോട്ട് ശരീരത്തിൽ ഇറുകുന്നതിനുള്ള കാരണം. കോട്ട് ധരിച്ച് കൈ പൊക്കുമ്പോൾ കോട്ട് ശരീരത്തിൽ ഇറുകുന്നതിനുള്ള കാരണങ്ങൾ. ഉത്തരം അണ്ടർ സ്ലീവിൻ്റെ വളവ് കൂടുതലായാലും ആം ഹോളിൻ്റെ അളവ് കൂടുതൽ വെട്ടുന്നതിനാലും. അണ്ടർ സ്ലീവിൻ്റെ വളവ് കൂടിയാലും ആം ഹോളിൻ്റെ അളവ് കൂടുതൽ വെട്ടുന്നതിനാലുമാണ് കോട്ട് ധരിച്ച് കൈ പൊക്കുമ്പോൾ കോട്ട് ശരീരത്തിൽ ഇറുകുന്നതിനുള്ള കാരണം. അപ്പം നമ്മളുടെ തയ്യൽ ടെക്സ്റ്റിലുള്ള പോർഷൻസ് ഏതാണ്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ ആ ടെക്നിക്കൽ ടേംസും മറ്റുമൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പഠിക്കും എന്നറിയാം. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് തവണ കേട്ട് മനസ്സിലാക്കുക, പ്ലസ് എഴുതിയും കൂടി വെക്കുക. തയ്യൽ ടെക്സ്റ്റൊക്കെ എല്ലാവരുടെ അടുത്തും ഉണ്ടാവും, എന്നാലും പറയുകയാണ്. ഓക്കെ, ഇത് ഈ ക്ലാസ് മാക്സിമം ഉപയോഗപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സുകൾ ഉടനെ ഇടുന്നതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ സമയം മാറി അടുത്ത ക്ലാസ് ഞാൻ പോസ്റ്റ് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. ഇത് അവസാനത്തെ അവസരമായിട്ട് തന്നെ വിചാരിച്ച് മുന്നോട്ട് പോവുക. ശ്രദ്ധയോടുകൂടി പഠിക്കുക, കാണാപാഠം പഠിക്കരുത്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ. നന്നായിട്ട് പരീക്ഷയ്ക്ക് എഴുതാനാവട്ടെ, നന്നായിട്ട് പഠിക്കാനും സാധിക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.